നമസ്കാരം, ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നൃത്തത്തിലൂടെ ജീവിതത്തിൽ സ്വന്തം ഇടം കണ്ടെത്തി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തിത്വം അദ്രിജ പണിക്കർ. സ്വാഗതം അദ്രിജ. അദ്രിജയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദൂരദർശന്റെ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. സംസ്ഥാന സർവകലാശാല കലോത്സവ ചരിത്രത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വിധികർത്താവാണ്. ഒപ്പം അയനം ആർട്ടിസ്റ്റിക് അക്കാദമിയുടെ ഫൗണ്ടറും ഡയറക്ടറും ഒക്കെയാണ്. അങ്ങനെ നീളുന്നു അല്ലേ അദ്രിജ? അപ്പൊ എങ്ങനെ പോകുന്നു വിശേഷങ്ങൾ? ആദ്യം നമുക്ക് നൃത്തത്തിൽ നിന്ന് തുടങ്ങാം. എവിടെ എത്തി നിൽക്കുന്നു? ഈ നൃത്തത്തോടുള്ളൊരു വലിയൊരു ആത്മബന്ധമുണ്ടല്ലോ, പറയൂ അതിനെക്കുറിച്ച്. നൃത്തം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനിക്കാത്തൊരു യാത്രയാണ്. അത് പഠനമായാലും ഏത് രീതിയിലായാലും അവസാനിക്കാത്തൊരു യാത്രയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഓരോ ദിവസവും മികച്ചതായ വേദികൾ, അതായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ വേദികളും ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഓരോ വേദിയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ ദിവസവും ആ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യാത്ര. അദ്രിജ, നൃത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് അദ്രിജയുടെ ജീവിതത്തിൽ. എങ്ങനെയാണ് നൃത്തത്തിലേക്ക് എത്തിയത്? നൃത്തത്തിലേക്ക് എത്തുന്നത്, ഞാൻ വളരുന്നത്, ജനിച്ചത് വന്നിട്ട് അച്ഛൻ്റെ നാട്ടിലാണ്. വളരുന്നത് അമ്മയുടെ സഹോദരി അവിടെയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ്. വല്യമ്മയ്ക്ക് 2 പെൺമക്കളാണ്, അതായത് 2 ചേച്ചിമാരാണ്. ചേച്ചിമാർ രണ്ടുപേരും നൃത്തം പഠിക്കുന്നവരാണ്. അങ്ങനെ അവരുടെ നൃത്തം കണ്ട് നൃത്തത്തോടൊരു ദിവസവും കാണുകയാണ്. അങ്ങനെ ഉണ്ടായ ഒരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഈ ചേച്ചിമാര് നൃത്തം പഠിക്കുന്ന ആ സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു അദ്രിജയ്ക്ക്? എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രീ KG അത്രേ ഉള്ളൂ, ആ പ്രായം. ശരി. അപ്പോഴേ അവരുടെ കൂടെ ഇങ്ങനെ നൃത്തം ചെയ്യാനൊക്കെ തുടങ്ങിയിരുന്നോ വീട്ടില്? ആണ്, അവരുടെ കൂടെ വീട്ടിൽ മാത്രമല്ല വേദികളിലും അവരോടൊപ്പം നൃത്തം ചെയ്തു. പിന്നെ ഒരു ഘട്ടത്തിൽ നൃത്തം വേണ്ട എന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ നൃത്തമില്ലാണ്ട് പറ്റില്ല എന്നൊരു ഘട്ടമുണ്ടാവുന്നു. അങ്ങനെയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന നർത്തകി എന്നൊരു ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ഞങ്ങൾക്കത് അറിയണം കേട്ടോ, ഇതെങ്ങനെയാണെന്ന്. ഒരുപാട് പേര് ഇതുപോലെ പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ച് ഇപ്പോഴും വരാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ടാകും. അപ്പോൾ അദ്രിജയുടെ ജീവിതം അവർക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ ഈ ആദ്യം തുടങ്ങുമ്പോൾ പറയുന്നത്, ഈ ആൺകുട്ടികൾ പ്രത്യേകിച്ച് അങ്ങനെ നൃത്തത്തിലേക്ക് പോകുമ്പോൾ, അങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ സ്ത്രൈണത കൂടുതൽ വരുമ്പോഴൊക്കെ ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടാകും. നമ്മളെപ്പോഴും ട്രാൻസ് വിഭാഗം അങ്ങനെയുള്ളവരുമായി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യം ക്ലീഷയാണെന്ന് പറയുമ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചോദ്യം എപ്പോഴും പ്രസക്തവുമാണ്. എവിടെയായിരുന്നു ആ ഒരു ടേണിംഗ് പോയിന്റ് അദ്രിജയുടെ? ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതായത് ഈ പറഞ്ഞല്ലോ, ചേച്ചിമാരോടൊപ്പം നൃത്തം ചെയ്തു. ഇതേ ക്ലീഷേ തന്നെയാണ്. നൃത്തം പഠിക്കുന്നു, ഒരു സ്ത്രൈണത ഉണ്ടാവുന്നു, അത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്നൊരു ഘട്ടത്തിൽ നൃത്തം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഗവൺമെന്റ് HS വാഴമുട്ടം സ്കൂളിൽ ആദ്യമായി ഹൗസ് വൈസ് കോമ്പറ്റീഷൻസ് വരികയാണ്. അപ്പോൾ അതിൽ യെല്ലോ ഹൗസ്, അതിൻ്റെ ക്യാപ്റ്റനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ നൃത്തം പഠിച്ചിട്ടുണ്ട്, നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സുഹൃത്തുക്കളും ടീച്ചേഴ്സും ചേർന്ന് വീട്ടിൽ അമ്മയോട് നിർബന്ധിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് താല്പര്യമാണ്, പക്ഷെ അച്ഛന് ഒട്ടത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ രഹസ്യമായിട്ട് നൃത്തം പഠിച്ചു. സ്കൂൾ തലത്തിൽ മത്സരിച്ചു. ആദ്യ വർഷം സ്കൂളിൽ ഹൗസ് കോമ്പറ്റീഷൻ വരുന്ന ആദ്യത്തെ വർഷത്തെ ഹൗസ് കപ്പ് വിൻ ചെയ്യുന്നത് ഞാൻ നേതൃത്വം കൊടുത്ത എൻ്റെ ഹൗസായിരുന്നു. അങ്ങനെയാണ് നൃത്തത്തിലേക്കുള്ള വീണ്ടും ഒരു എൻട്രി ഉണ്ടാവുന്നത്. പിന്നെ +1 +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ സബ് ജില്ല, ജില്ലാ, സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ മത്സരിക്കാനും വിജയിക്കാനും ഒക്കെ സാധിക്കുന്നു. അതുവരെയും എൻ്റെ മനസ്സിൽ നൃത്തം ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ ഒരു ചിന്തയില്ല. നൃത്തം ചെയ്യണം, പഠിക്കണം എന്നുള്ളതല്ലാതെ മലയാളം ഭാഷയോടായിരുന്നു വലിയ പ്രിയം. ഒരു കോളേജ് ലെവലിലൊക്കെ ഒരു അധ്യാപനമായിരുന്നു എൻ്റെ സ്വപ്നം. +2 വരെയും ഞാൻ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടായിരുന്നു പ്രയത്നിച്ചുകൊണ്ടിരുന്നതും. +2 കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ് വരികയാണ്. കോളേജിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വർഷം ഒരു പേഴ്സണൽ പ്രശ്നം കാരണം എനിക്കൊരു ഗ്യാപ്പ് വരികയും ആ ഒരു വർഷം എൻ്റെ ആ ഒരു പ്രശ്നത്തെ മറികടക്കാനായിട്ട് നൃത്തത്തിലേക്ക് എത്തുകയും പിന്നീട് മനസ്സിലാക്കുകയാണ് നൃത്തം എന്ന് പറയുന്നത്
എന്നിൽ ഏതോ രീതിയിൽ എന്നിലേക്ക് വല്ലാണ്ടൊരു അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഞാനും നൃത്തവും തമ്മിൽ വേറൊരു മാറ്റിവെക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് നൃത്തത്തിലേക്ക് എത്തിപ്പെടുന്നു. RLV കോളേജിൽ, തൃപ്പൂണിത്തുറ RLV ഫൈൻ ആർട്സ് കോളേജിൽ ഭരതനാട്യം BA ഭരതനാട്യം പഠിക്കാനൊരു അവസരം ലഭിക്കുന്നു. ലോകപ്രശസ്തരായ അനവധി ഗുരുക്കന്മാരുടെ അടുക്കിൽ നിന്ന് നൃത്തം പഠിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് നൃത്തത്തിലേക്കുള്ള ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ കോളേജിലെത്തി അല്ലേ? കോളേജിലെത്തി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ കലാകാരന്മാരുടെ ഒരു കൂട്ടം, അതും ഈ പറഞ്ഞ പോലെ വലിയ വലിയ ഗുരുക്കന്മാർ, അവരുടെ കീഴിലുള്ള നൃത്ത അഭ്യാസം എങ്ങനെയുണ്ടായിരുന്നു? ഈ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചു എന്ന് ഞാൻ വായിച്ചിരുന്നല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഗുരുകുല കോളേജിൽ പഠിക്കുന്നത് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്ന് വെച്ചാൽ ഒരു കോളേജ് ലൈഫാണ്. നമുക്ക് അവിടെ കിട്ടുന്ന കാര്യവും ഈ ഗുരുകുല സമ്പ്രദായത്തിൽ കിട്ടുന്നതും രണ്ടും വളരെ വ്യത്യസ്തമാണ്. ഇപ്പം ഗുരുകുല സമ്പ്രദായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുക്കലേക്ക് പോയി ചെറിയ പ്രശസ്തരല്ലാത്ത ആൾക്കാരുടെ അടുക്കലൊക്കെ പോയി കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഐറ്റം പഠിക്കാൻ അല്ലെങ്കിൽ കുറച്ച് തിയറി പോർഷൻ പഠിക്കാനൊക്കെ അവരുടെ വീട്ടിൽ പോയി നിന്ന് അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവരുടെ അനുഭവങ്ങൾ കേട്ട് അവരോടൊപ്പം അടുക്കളയിൽ ഇരുന്ന് ഗുരുവിന് ചായ തിളപ്പിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ അതൊക്കെ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഗുരുവുമായി സംസാരിക്കാൻ പറ്റിയ കുറച്ച് ആ സംസാരത്തിൽ കൂടി കിട്ടിയ വലിയൊരു അറിവുണ്ട്. നൃത്തം എന്നതിലുപരി പുറത്ത് കിട്ടിയ വലിയ വലിയ അറിവുകളുണ്ട്. അതൊക്കെ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ കൂടി പഠിച്ചു കിട്ടിയതാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ RLVയിലെ പഠനം എനിക്ക് നിർത്തേണ്ടി വരുന്നു എൻ്റെ അച്ഛൻ്റെ വിയോഗത്തെ തുടർന്ന്. പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുകുല സമ്പ്രദായ പഠനം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് RLVയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പോ അച്ഛൻ മരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ലല്ലോ ആദ്യം. അച്ഛൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു അച്ഛന്റെ വിയോഗം. അല്ല, അത് പറയുമ്പോൾ അച്ഛൻ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല ആദ്യ കാലഘട്ടങ്ങളിൽ. ഞാൻ +2 പഠിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം വന്നു. 1ാം സ്ഥാനം വന്നപ്പോൾ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ ഒരു സാധാരണ ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെ ഇതുപോലെ കുട്ടി സമ്മാനം ലഭിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ എല്ലാ പത്രങ്ങളിലും വളരെ ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ വന്ന വാർത്തയായിരുന്നു. അപ്പോൾ അച്ഛൻ അത് കണ്ടപ്പോൾ ആ ഒരു അക്സെപ്റ്റൻസ് എന്നതിലുപരി അച്ഛൻ പ്രൗഡായിരുന്നു. എന്ന് വെച്ചാൽ ആ പത്രവാർത്തയൊക്കെ അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് കൊണ്ട് കാണിക്കുകയും അങ്ങനെ വളരെ നൃത്തം എന്നതിനെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ പിന്നീട് പ്രൊഫഷനാക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലും അച്ഛൻ ഇത്തരം ഒരു സാധാരണ കൂലി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാവണം എന്നുള്ള ഒരു സ്വപ്നം ഏതൊരു രക്ഷിതാക്കൾക്കും ഉള്ളതുപോലത്തെ സ്വപ്നം അച്ഛനുണ്ടായിരുന്നു. ഏതൊരു മക്കളും സ്വന്തം സ്വപ്നത്തിലേക്ക് റീച്ച് ചെയ്യുന്നത് രക്ഷിതാക്കളോടൊക്കെ എതിർത്തും സമൂഹത്തോട് തന്നെ എതിർത്തും എല്ലാവരോടും അങ്ങനെയാണല്ലോ ഹാർഡ് വർക്ക് ചെയ്ത്. അപ്പൊ അങ്ങനെ എതിർത്ത് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം അച്ഛന്റെ വിയോഗത്തിന് ശേഷം RLVയിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പൊ ചോദിക്കുകയായിരുന്നു, അതിനെ കുറിച്ച് പറയും. RLVയിൽ നിന്ന് പഠനം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറയുന്ന ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുന്നത്. ഇപ്പോൾ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് താമസിക്കാൻ ഹോട്ടൽ റൂം എടുത്ത് താമസിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ, ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ താമസിച്ചിട്ടുണ്ട്, കിടന്നിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ. അവിടെ അന്ന് 10 രൂപയ്ക്ക് ലെമൺ റൈസ് ഒക്കെ കിട്ടും പ്ലാറ്റ്ഫോമിൽ തന്നെ. അപ്പോൾ അത്രയും കാശേ കാണുള്ളൂ നമ്മുടെ കയ്യിൽ. അങ്ങനെ ആ ലെമൺ റൈസ് വാങ്ങി കഴിച്ച് രാവിലെ രാത്രി എത്തുകയാണെങ്കിൽ രാത്രി അവിടെ സമയം ചെലവഴിച്ച് രാവിലെ ഒരു ലെമൺ റൈസ് ഒക്കെ കഴിച്ച് രാവിലെ മുതൽ കൂട്ടത്തിലുള്ള ആളല്ല തോന്നുന്നു. ഭയം അന്നും ഇന്നും ജീവിക്കാൻ ഭയം ഇല്ല. മുന്നോട്ടേക്ക് പോകാൻ, സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഭയം അന്നും ഇന്നുമില്ല. സധൈര്യം മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ അന്നും ഇന്നുമുണ്ട്. അങ്ങനെ തന്നെ ആ ഒരു ഭയമില്ലാണ്ട് തന്നെ മുന്നോട്ടേക്ക് അന്ന് ഈ പറയുന്ന പോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, ചെന്നൈയിലുള്ള തന്നെ ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ ഒരു ചെറിയൊരു ഹോട്ടലിൽ ചെറിയൊരു ജോലി, ടേബിളൊക്കെ തുടയ്ക്കുന്ന ജോലി. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കാശ് കിട്ടും. അപ്പോൾ ആ കാശ് കൊണ്ട് നമ്മൾ പോകുമ്പോൾ ടീച്ചറിന് ദക്ഷിണ വെക്കണമല്ലോ നമുക്ക്. പഠിക്കുമ്പോൾ എൻ്റെ മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് വലിയ വലിയ ഗുരുക്കന്മാരുടെ അടുക്കൽ പഠിക്കാൻ സാധിച്ചു. അവരൊന്നും തന്നെ യാതൊരു പ്രതിഫലേച്ഛയില്ലാതെയും പഠിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. എങ്കിലും ഗുരുദക്ഷിണ കൊടുക്കണം. അപ്പോൾ ഈ കിട്ടുന്ന കാശ് ഗുരുദക്ഷിണയായി കൊടുത്ത്
അവിടെ പോയി പഠിച്ച് അങ്ങനെയൊക്കെയാണ് ഈ ഗുരുകുല. അപ്പം അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഏതൊരു ഘട്ടത്തിലും ഏതൊരു സിറ്റുവേഷനെയും സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് ഇത്തരം അനുഭവങ്ങളിലൂടെ ഉണ്ടായതാണ്. അദ്രിജ ഇങ്ങനെ അദ്രിജ കഥ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. അദ്രിജ ഈ 10 രൂപയുടെ ലെമൺ റൈസ് ഒക്കെ വാങ്ങിക്കഴിച്ച് അവിടെ കഴിഞ്ഞ് ഡാൻസിനോട് അത്രയും ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരാൾ. അന്ന് അദ്രിജയുടെ വേഷം എങ്ങനെയായിരുന്നു? അദ്രിജ എന്ന് പറയുന്ന ആൾ അന്ന് ജനിച്ചിരുന്നോ? അദ്രിജ എന്ന് പറയുന്ന വ്യക്തി അന്ന് ജനിച്ചിട്ടില്ല. അദ്രിജ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജനിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. പുറത്തേക്ക് നമുക്ക് ഞാൻ അന്ന് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ഉറച്ചൊരു കാര്യമുണ്ടായിരുന്നത്, ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റഫ് ഉണ്ടാവണം. അതായത് ഞാനൊരു സ്ത്രീയാണ് എന്നെൻ്റെ സ്വത്വം വെളിപ്പെടുത്തി പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ വിദ്യാഭ്യാസം, അതായത് എൻ്റെ മേഖലയിൽ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാൻ സാധിക്കണം, എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അച്ചീവ് ചെയ്യാൻ സാധിക്കണം. പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം. കാരണം ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത് വന്നൊരു വ്യക്തിയല്ല. ഒരു 5 വർഷത്തോളം ഇതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം, എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി വന്നൊരു വ്യക്തിയാണ്. അങ്ങനെ അദ്രിജ എന്ന ആൾ പഠിക്കാൻ പോകുന്നു, ഡാൻസിലേക്ക് എത്തുന്നു, അതിലേക്ക് ആഴത്തിൽ പോകുന്നു. ഈ പഠന സമയത്ത് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ, ഈ പറഞ്ഞ പോലെ താമസം, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മാനസികമായി ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ കുറേ ഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് എൻ്റെ ഗുരുക്കന്മാർ. എത്ര തന്നെ പറഞ്ഞാലും മതി വരില്ല. അത്രയും സ്നേഹത്തോടുകൂടി യാതൊരുവിധ പ്രതിഫലേച്ഛയില്ലാതെ എത്രത്തോളം എനിക്ക് തരാൻ പറ്റുമോ അത്രത്തോളം അറിവ് എനിക്ക് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. യാതൊരു തരത്തിൽ ഗുരുക്കന്മാരിൽ നിന്ന് മാത്രമല്ല, സഹപാഠികളിൽ നിന്നും. അങ്ങനെയും പറയണമല്ലോ. വിദ്യാഭ്യാസം പൂർണ്ണമാവുന്നത് അങ്ങനെയാണ്. ഗുരുമുഖത്ത് നിന്നും, ബുക്കുകളിൽ, പുസ്തകങ്ങളിൽ നിന്നും കേട്ടറിയുന്നതും കണ്ടറിയുന്നതും ഒപ്പം സഹപാഠികളിൽ നിന്ന് അറിയുന്നതും ഒക്കെയാണ് പഠനം എന്ന് പറയുന്നത്. അങ്ങനെ സഹപാഠികളിൽ നിന്നായാലും അങ്ങനെ ഒരു തീർച്ചയായും സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഈ കളിയാക്കലുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായും അന്ന് കളിയാക്കിയ സുഹൃത്തുക്കളൊക്കെ ഇന്നെൻ്റെ നല്ല സുഹൃത്തുക്കളാണ്, എന്നോടൊപ്പം ഉള്ള നല്ല സുഹൃത്തുക്കളാണ് എന്നുകൂടി പറയണമല്ലോ. അപ്പോൾ മൊത്തത്തിൽ സമൂഹത്തിനൊരു മാറ്റം വന്നിട്ടുണ്ടല്ലേ അദ്രിജ? തീർച്ചയായും. ഒരു 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്നതിൽ നിന്ന് കുറേയധികം മാറ്റം തീർച്ചയായും സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തീർച്ചയായും മാറണമല്ലോ. അതാണ് സമൂഹം എന്ന് പറയുന്നത്. കാലാനുസൃതമായ, നാട്യശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്, കാലാനുസൃതമായ മാറ്റം കലയ്ക്കുണ്ടാവണം എന്ന്. കലയ്ക്ക് മാത്രമല്ല, എല്ലാ മേഖലയിലും സമൂഹത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവും. അതെ. അദ്രിജയെക്കുറിച്ച് വായിച്ചപ്പോൾ കിട്ടിയ ഒരു വാക്യം, അതെനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, അന്ന് ഞാൻ എൻ്റെ അഭിനയ ജീവിതം അവസാനിപ്പിച്ചു എന്ന്. അതെന്നായിരുന്നു ആ ദിവസം? അഭിനയ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത് പുറത്തേക്ക് വരുന്നതിന് മുൻപൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ സ്വത്വത്തെ മുറിക്കുള്ളിൽ വെച്ചിട്ട് ഒരു പൗരുഷത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് ഭയങ്കര ഞാനൊരു മാസ്കുലിനായ ഒരു വ്യക്തിയാണ്, എനിക്കൊട്ടും തന്നെ സ്ത്രൈണതയില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മുഖം മൂടി അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവരോടും ഈ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ എൻ്റെ ഉള്ളിലെ സ്ത്രൈണത പുറത്തു വരുമോ എന്ന് ഭയന്ന് മിണ്ടാതിരുന്ന ഒരു കാലഘട്ടം. പലരും പറയാറുണ്ട് ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെന്ന്. അത് ഈ ഭയം കൊണ്ട് ഇങ്ങനെ ഒളിച്ചു വെച്ചതാണ്. പിന്നീട് ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് വല്ലാണ്ട് വേട്ടയാടാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഇനി എന്നെ കൊണ്ട് ഈ അഭിനയ ജീവിതം പറ്റില്ല എന്നൊരു തിരിച്ചറിവ്, ഒരു ബോധമുണ്ടായ കാലഘട്ടത്തിലാണ് സധൈര്യം, ഇനി എന്തും വരട്ടെ സധൈര്യം മുന്നോട്ട് പോവാം, ഞാനായി മുന്നോട്ട് പോവാം എന്നൊരു തീരുമാനമെടുക്കുന്നതും ഈ പറയുന്ന അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നതും. അദ്രിജ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒട്ടും എടുക്കാതെ പോയൊരു എലമെന്റ്, എഴുത്ത്. നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട്, മലയാളം സ്ഫുടതയോടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിലെ മലയാളത്തിനോട് ഇത്രയും വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു? അതിനെ ഇപ്പം എങ്ങനെയാണ്, എഴുത്ത് എങ്ങനെ പോകുന്നു മുന്നോട്ട്? മലയാളം എന്ന് പറയുമ്പോൾ
മദർ ടങ്ക് മലയാളവും ഫാദർ ടങ്ക് തമിഴുമാണ്. അച്ഛൻ തമിഴാണ്. ഓ ശരി. അപ്പോൾ ഈ രണ്ട് ഭാഷയും തമിഴ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റായി. പക്ഷേ ഇന്ന് നൃത്തം, തമിഴ് ഭരതനാട്യത്തിനും ആയാലും നൃത്ത നാടകങ്ങൾക്കൊക്കെ സാഹിത്യം എഴുതുന്നുണ്ട് ഞാൻ തമിഴിൽ. അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ പഠിക്കാതെ തന്നെ അതിനൊരു ഒരു കഴിവുണ്ടാവുക എന്ന് പറയുന്നതിന് ഞാനൊരു ദൈവാധീനം, ഭാഗ്യം എന്നൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തമിഴും മലയാളവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അത് വളരെ ചെറുപ്പത്തിലെ എന്ന് പറയുമ്പോൾ ഇന്നും ഓർമ്മയുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കഥയെഴുത്ത് മത്സരം ഉണ്ടായിരുന്നു. അതിലെ കഥ ടീച്ചർ ബീന എന്നായിരുന്നു ടീച്ചറിൻ്റെ പേര്. ടീച്ചർ അസംബ്ലിയിൽ വായിക്കുകയുണ്ടായി ഞാൻ എഴുതിയൊരു കഥ. പിന്നീട് ഞാൻ 6, 7 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നിവേദനം തയ്യാറാക്കുക, കത്തെഴുതുക, കവിത എഴുതുക, ഇങ്ങനെയൊക്കെയാണല്ലോ മലയാളത്തിൽ ചോദ്യങ്ങൾ വരിക. എൻ്റെ ആൻസർ പേപ്പർ വെച്ചിട്ട് എക്സാമിൽ എൻ്റെ ആൻസർ പേപ്പർ വെച്ച് എൻ്റെ സഹോദരി 6ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവരെ എൻ്റെ ടീച്ചർ ഫൈസല ബീഗം എന്നായിരുന്നു ടീച്ചറിൻ്റെ പേര്, ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഭാഷയോടുള്ളൊരു പ്രണയം അന്നും ഉണ്ടായിരുന്നു, ഇന്നും അത് തുടർന്നു പോകുന്നു. എഴുതുന്നു, ബുക്കുകൾ എഴുതാനുള്ള ശ്രമത്തിലാണ്, അതിൻ്റെ പണിപ്പുരയിലാണ്. അതോടൊപ്പം സാഹിത്യം, മലയാള നൃത്ത സാഹിത്യങ്ങൾ എഴുതുന്നു. സമകാലിക വിഷയങ്ങൾ എൻ്റെ സമൂഹ മാധ്യമ ഇടങ്ങളിൽ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഒരാള് എല്ലാ തലത്തിലും ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പം അദ്രിജയുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും, കൃത്യമായി ഓരോ വിഷയത്തിലും ഇടപെടുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനുപരി നെഗറ്റീവ് കമൻസിന് പോലും ഭംഗിയായി മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തമായ മലയാളത്തിൽ, ശുദ്ധമായ മലയാളത്തിൽ വളരെ നന്നായി തന്നെ മറുപടി കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ കണ്ടിരുന്നു. അതിനെപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. എന്ത് വൃത്തികേട് പറഞ്ഞാലും ആ വൃത്തികേട് എടുത്തിട്ട് അതിനെ വൃത്തിയാക്കി തിരിച്ചു കൊടുക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ അദ്രിജയെ വായിച്ചത്. അങ്ങനെയാണോ? അതായത് ഈ കമന്റ് സത്യത്തിൽ ഇവർക്കൊന്നും ഇവരെ മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നിങ്ങൾ ഏതൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ നോക്കിയാലും ആക്ടിവിസ്റ്റ് എന്ന് ഉണ്ടാവും. അതായത് എന്താണ് ഈ ആക്ടിവിസം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ഘട്ടവും സ്ട്രഗിൾ ചെയ്ത് തൻ്റെ അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി പോരാടിക്കൊണ്ട് നേടുന്ന അതിനെയാണ് ഈ ഒരു ആക്ടിവിസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു സാധാരണ ഒരു സിസ്ജെൻഡർ വ്യക്തി സമൂഹത്തിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രഗിൾസ് ഉണ്ട്, പോരാട്ടമുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ആക്ടിവിസം. അപ്പോൾ ആ ഒരു ആക്ടിവിസ്റ്റ്, ബീയിങ് ആൻ ആക്ടിവിസ്റ്റ്, നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമൂഹത്തിനോട് ഉദ്ബോധിപ്പിക്കുക എന്നുള്ള ഒരു കടമയുണ്ട്. അപ്പോൾ ആ ഒരു കടമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം എന്താണ് സാധനങ്ങൾക്ക് നമ്മൾ മറുപടി പറയുന്നതും ഇത്തരം വീഡിയോകളും ആയിട്ടായാലും എഴുത്തുകളായിട്ടായാലും ചെയ്യുന്നത്. പിന്നെ അത് എന്തുകൊണ്ട് ശുദ്ധമായി പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് പറയാനുള്ളൊരു മറുപടി, അങ്ങനെ അവരുടെ ഭാഷയിൽ തന്നെ തിരിച്ചു മറുപടി പറയുമ്പോൾ അവരും ഞാനും തമ്മിൽ മറ്റൊരു വ്യത്യാസം ഇല്ലാണ്ടാവുകയാണ്. എനിക്ക് ആ ഒരു ഇതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട്. ശരി അദ്രിജ, നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. ട്രാൻസ് വിഭാഗത്തെ അംഗീകരിക്കുന്ന ഒരു സമയമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴെങ്കിലും നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചൊക്കെ സാധാരണ അദ്രിജ വിമർശിക്കാറുണ്ട്, അതുപോലെ തന്നെ അനുകൂലിച്ച് പറയാറുണ്ട്. അതിനെ കൃത്യമായി എങ്ങനെയാണെന്നുള്ള അവലോകനം ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്ക് ട്രാൻസ് ആയിട്ടുള്ള ജാൻമണി ദാസ് എത്തുന്നു. ജാൻമണിയുടെ ആ വരവിനെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതിനോടുള്ള ഒരു സബ് ചോദ്യം കൂടി ഉണ്ട്, അത് ഞാൻ ഇതിന് ശേഷം ചോദിക്കാം. ഞാൻ ആദ്യം തന്നെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ചോദ്യത്തിലെ ഒരു തിരുത്ത് പറയട്ടെ. നിങ്ങൾ എന്ന് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളാണ്. ഉറപ്പായി. അപ്പൊ ഞാനത് പിൻവലിക്കുന്നു, നമ്മൾ എന്ന് പറയുന്നു. അതെ. പിന്നെ ജാൻമണിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ആക്ച്വലി ജാൻമണി ദാസ് ബിഗ് ബോസിലേക്ക് വരുന്നത് ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ പ്രതിനിധിയായിട്ടല്ല, ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ അവിടെ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാദിറ മഹിറിൻ കഴിഞ്ഞ ബിഗ് ബോസിൽ വരികയും നാദിറ നടത്തിയ ഒരു സമൂഹത്തിൽ ഒരു പരിവർത്തനം നടത്താൻ നാദിറയ്ക്ക് സാധിച്ചിട്ടുണ്ട്.
അതൊന്നും ജാൻമണി ദാസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും ജാൻമണി ദാസ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പ്രതിനിധിയായിട്ടല്ല പോയത്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഒരു ബീയിങ് എ ട്രാൻസ് വിമൻ നമുക്ക് സമൂഹത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ബോധിപ്പിക്കാനുള്ള ഒരു കടമയുണ്ട്. സോ ആ ഒരു കടമ നിറവേറ്റാമായിരുന്നു എന്നെനിക്ക് പല ഘട്ടങ്ങളിലും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. താങ്കൾ പറഞ്ഞതുപോലെ പലപ്പോഴും ദേഷ്യം കൂടുകയും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തിരുന്നു ജാൻമണി ആ പ്ലാറ്റ്ഫോമിൽ, ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ. പുറത്തേക്ക് വരുമ്പോൾ രഞ്ജിനി ഹരിദാസ്, ഞാൻ വളരെ നോട്ട് ചെയ്തൊരു പ്രതികരണമായിരുന്നു. രഞ്ജിനി ഹരിദാസ് ഈ നമ്മുടെ ബിസിനസ് ക്ലാസ്സിനെ കുറിച്ച് ജാൻമണി പറയുന്ന ഒരു പ്രതികരണം, ഞാൻ ഒരുപാട് എന്നെക്കുറിച്ച് അറിയില്ല, ഞാൻ ജാൻമണി ദാസാണ്, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വനിതയാണെന്ന് പറയുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. ആ ബൈറ്റ് വളരെയധികം വൈറലായൊരു ബൈറ്റാണ്. ആ ബൈറ്റിനെ കുറിച്ച് രഞ്ജിനി ഹരിദാസിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ രഞ്ജിനിയുടെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ പോലും പലപ്പോഴും ബിസിനസ് ക്ലാസ്സിലല്ല പോവാറ് എന്ന ഒരു പ്രതികരണം. അത് എനിക്ക് പേഴ്സണലി അത് എന്താണ് അങ്ങനെ എന്നൊരു തോന്നലുണ്ടായി. അദ്രിജയ്ക്ക് അത് കണ്ടിരുന്നോ? എന്താണ് അതിനോടുള്ളൊരു പ്രതികരണം? ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രിവിലേജ്. കാശുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ്. ഈവൻ ഞാൻ തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാശുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രോഗ്രാമിന് പോകുന്നു, ആ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നവർക്ക് നമ്മുടെ ബിസിനസ് ക്ലാസ്സിന് ഇത് ചെയ്യാനുള്ള സ്പോൺസർ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ, അവർ ചെയ്യും. ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രിവിലേജ് അല്ല. എന്താണ് പ്രിവിലേജ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു മഹത്വം എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് മറ്റൊരാൾ തരുന്ന മഹത്വമാണ്. അതായത് ഇപ്പം ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവട്ടെ, എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ, എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവിടെ ഞാനിനിപ്പോൾ എന്താണ് പ്രസിഡൻ്റ് ആണെന്ന് പറഞ്ഞാലും അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. സോ രഞ്ജിനി ഹരിദാസ് പറഞ്ഞതായാലും ജാൻമണി ദാസ് പറഞ്ഞതായാലും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ ഒരു നമ്മൾ ഈ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ഒരു വേറൊരു തരമായിട്ട് പറയും. എന്നുവെച്ചാൽ ഞാൻ എന്തോ പ്രിവിലേജ്ഡ് ആണ് എന്ന ഒരു, അങ്ങനെ ഈ സമൂഹത്തിൽ ആർക്കും യാതൊരുവിധ പ്രത്യേക പ്രിവിലേജും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ നിയമത്തിൻ്റെ മുന്നിൽ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയും എക്കണോമി ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയായാലും സൈക്കിളിൽ പോകുന്ന വ്യക്തിയായാലും റോഡിലൂടെ നടന്നു പോകുന്ന വ്യക്തിയായാലും സമന്മാരാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും നിയമത്തിൻ്റെയൊക്കെ മുന്നിൽ സമന്മാരാണ്. അപ്പോൾ അവിടെ ഈ ഇത്തരം പ്രിവിലേജ് വാക്കുകൾ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നതിനോട് തീർച്ചയായും വിയോജിപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ടു നൃത്തം. അയനം എങ്ങനെ പോകുന്നു? അയനത്തിൻ്റെ എല്ലാ ചുക്കാൻ പിടിക്കുന്ന ഒരാളാണല്ലോ. നേരത്തെ പറഞ്ഞത് ശിഷ്യയായിട്ടായിരുന്നു, ഗുരുക്കന്മാരെ കുറിച്ച് വാദോരാതെ സംസാരിച്ചു. ഗുരു ആകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു റോള് കൈകാര്യം ചെയ്യുന്നത്? ഗുരു ആകുമ്പോൾ ഈ റോള് കൈകാര്യം ചെയ്യുന്നത് ശിഷ്യയാകുമ്പോൾ റോള് കൈകാര്യം ചെയ്യുന്നതിലും ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ അയനം ആർട്ടിസ്റ്റിക് അക്കാദമി കൊല്ലത്താണ് എൻ്റെ അക്കാദമി വരുന്നത്. അവിടെയുള്ള പാരൻസ് ആയാലും കുട്ടികളായാലും ഇത്രയും, അതായത് ഒരു നാട്ടിൻ പ്രദേശത്തുള്ള നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് കുറച്ചുകൂടി എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഈവൻ ബിഗ് ബോസോ ഒക്കെ പോലും കാണുന്ന അങ്ങനത്തെ കാണാത്ത തരം ആൾക്കാരായിരുന്നു. കുറച്ചൊതുങ്ങി നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന സാധാരണയിൽ സാധാരണക്കാരായി ജീവിക്കുന്ന അങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ളവരായിട്ട് കൂടി എൻ്റെ മാറ്റത്തെ അംഗീകരിക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തവരാണ് അയനത്തിലെ എൻ്റെ സ്റ്റുഡൻസും അവരുടെ പാരൻസും എന്ന് പറയുന്നത്. സോ അത് വലിയൊരു സന്തോഷവും അഭിമാനവുമാണ് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കഴിയുമ്പം അയനത്തിന് മുന്നോട്ട് പോകാൻ ഒരുപാട് പോട്ടെ. ഒരുപാട് കുട്ടികളെ നൃത്തത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു അദ്രിജ. താങ്ക് യു. ലേഡീസ് ബാൻഡിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.